ആരാണ്? അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് ഈ അനുഭവം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ, നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത, ഇനി അനുഭവിക്കാത്ത പല പരീക്ഷണങ്ങളും അള്ളാഹുവിന്റെ റസൂൽ അനുഭവിച്ചു. എന്താണ് അനുഭവിക്കാൻ ബാക്കി? ചെറുപ്പത്തിലെ ഉമ്മയും വാപ്പയില്ല, വിദ്യാഭ്യാസമില്ല, സമ്പത്തില്ല, അതുപോലെ തന്നെ സംരക്ഷിക്കാൻ സ്വന്തം കുടുംബക്കാരെ പുറത്താക്കുക, വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും നാട് വിട്ടു പോകേണ്ടി വരിക, സ്വന്തം മക്കൾ ശത്രുക്കളുടെ കൈകളാൽ കൊല്ലപ്പെടുക, സ്വന്തം പെൺമക്കൾ ശത്രുക്കൾ ഡൈവേഴ്സ് ചെയ്യുക. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ ഒരു മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പരീക്ഷണങ്ങളും റസൂലുള്ളാഹി അവസാനം വിഷം കൊടുത്ത് ആ വിഷത്തിന്റെ പ്രയാസം കൊണ്ട് റസൂൽ ഷഹീദാവുകയാണ്. മരണത്തിന്റെ സമയത്ത് ഖൈബറിൽ ജൂതപ്പെണ്ണ് കൊടുത്ത വിഷം ഇറങ്ങിയിട്ടാണ് റസൂൽ പെടഞ്ഞു മരിക്കുന്നത്, പ്രയാസപ്പെടുന്നത്. അപ്പോൾ ഒരു ജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്ന എല്ലാ പരീക്ഷണങ്ങളും ഒന്നിച്ചനുഭവിച്ച ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ പ്രവാചകന്മാരും അങ്ങനെ തന്നെയാണ്. സങ്കടം സഹിക്കാതെ, പ്രയാസം സഹിക്കാതെ അള്ളാഹുവിന്റെ റസൂൽ വിങ്ങിപ്പൊട്ടിയപ്പോ അള്ളാഹ് പറഞ്ഞു, ഓ റസൂലേ, അങ്ങേ അള്ളാഹു കൈവിട്ടിട്ടില്ല നബിയെ, അങ്ങേ കൈവിട്ടിട്ടില്ല, അങ്ങ് ഭാഗ്യം കെട്ടവനായിട്ടുള്ള നബിയെ. ഇതെല്ലാം റബ്ബിന്റെ ഒരു പരീക്ഷണമാണ്. വലല്ലാഹിറതു ഖൈറുൽ ലക മിനൽ ഊലാ. നബിയെ, ഈ ദുനിയാവിലെ ജീവിതത്തെക്കാൾ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ പരലോകം വരാനുണ്ട്. ക്ഷമിക്ക് നബിയെ. ദുനിയാവിലെ ജീവിതമൊന്നും ശാശ്വതമല്ല. അത് കണ്ടുകൊണ്ടങ്ങ് പ്രയാസപ്പെടേണ്ട, വിഷമിക്കണ്ട. ഏറ്റവും ഉത്തമമായ പരലോക ജീവിതം അങ്ങേക്കുണ്ട്. അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ധാരാളമായി തരുന്നതാണ് നബിയെ. അപ്പോൾ നിങ്ങൾക്ക് തൃപ്തിപ്പെടുന്ന അത്രയും അള്ളാഹു തരുന്നതാണ്. അങ്ങനെ നബിന്റെ സങ്കടം കണ്ട് അള്ളാഹു ആയത്തുകൾ ഇറക്കുക, നബിനെ സമാധാനിപ്പിക്കുക. വേറൊരു സമാധാനം ഒരു മനുഷ്യൻ വന്ന് സമാധാനിപ്പിക്കാനില്ല. സ്വഹാബത്തൊക്കെ കഠിനമായ പീഡനങ്ങളിൽ പെട്ട് അവര് പ്രയാസപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ അതുപോലെ സ്വഹാബത്തുൽ കിറാം ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യ ഇബ്നു ഖലഫിന്റെ അടിമയായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ വൈകുന്നേരത്തെ നേരം പോക്ക് ഉമയ്യത്തും തന്റെ കൂട്ടാളികളും ഒരുമിച്ചുകൂടി ബിലാലിനെ വരാൻ പറയും. ബിലാല് വന്നു കഴിഞ്ഞാൽ ബിലാലിനെ പരിഹസിക്കുക, അടിക്കുക, ബിലാലിനെ കൊണ്ട് പല കോമിക്കുകളും കാണിപ്പിക്കുക. അവസാനം ഒരു ദിവസം അവര് ഈത്തപ്പനയുടെ ഓല ബിലാൽ റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ പൊതിഞ്ഞു, ചുറ്റും വെച്ച് കെട്ടി പന്തം പോലെയാക്കി, എന്നിട്ടതിന് തീ കൊടുത്തു. ബിലാലിന്റെ രണ്ട് കൈകളും പിന്നിലേക്ക് പിടിച്ച് കെട്ടി. എന്നിട്ട് ബിലാൽ റളിയല്ലാഹുവിന്റെ കാലിലെ ചങ്ങല അഴിച്ചു വിട്ടു. ഒട്ടകത്തെ പോലെ കാലിൽ ചങ്ങലിട്ട് വെച്ചിരിക്കുകയാണ്. ആ ബിലാലിന്റെ കത്തുന്ന ഈത്തപ്പന അഴിക്കാൻ കഴിയില്ല, കൈ പിന്നോട്ട് കെട്ടിയിരിക്കുക. തെരുവിലൂടെ ഓടുമ്പോ ഇവരുടെ മക്കൾ കൂക്കി വിളിക്കുകയും കല്ലെടുത്തുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മരുഭൂമിയിലെ കൂടി വിജനസ്ഥലത്തെ കൂടി മണലിൽ കിടന്നുരുണ്ടുകൊണ്ട് തീ കെടുത്തുകയാണ്. ഒരിക്കൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, ബിലാലെ, എന്റെ മനസ്സിന് വല്ലാത്ത സങ്കടം വരുന്നു. എന്റെ മനസ്സിന് ഒരു ഈമാൻ കുറഞ്ഞതുപോലെ, ഞാൻ എവിടെയോ എത്തിപ്പെടുന്ന പോലെ. ബിലാലെ, നിങ്ങളൊന്ന് വരൂ, നിങ്ങൾ ഷർട്ടം അഴിക്ക്. ബിലാലെ, നിങ്ങൾ ഷർട്ടം അഴിക്ക്. അങ്ങനെ ബിലാൽ ഷർട്ട് അഴിച്ചപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ കൈ കൊണ്ട് ബിലാലിന്റെ പുറത്ത് ഇങ്ങനെ തലോടി. കുട്ടികൾ ഗോളി കളിക്കാൻ കുഴി കുത്തിയത് പോലെ പുറത്ത് നിറയെ കുഴികളാണ്. ആ കുഴിയിലൂടെ ഉമർ അള്ളാഹുവിന്റെ വിരലുകൾ ഇങ്ങനെ കയറി ഇറങ്ങിയപ്പോ ഉമർ അള്ളാഹിന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരൊഴുകാൻ തുടങ്ങി. മതി ബിലാലെ, ഷർട്ടിട്ടോ, ഇപ്പൊ എന്റെ മനസ്സിന്റെ എല്ലാ പ്രയാസവും മാറി.
അപ്പോൾ കഴിഞ്ഞ ഇസ്ലാമിന് വേണ്ടി ബിലാൽ അനുഭവിച്ച പീഡനങ്ങളും പ്രയാസങ്ങളും ഉമർ അല്ലാഹുവിന് തൊട്ടറിഞ്ഞപ്പോ എല്ലാ സങ്കടങ്ങളും എല്ലാ പ്രയാസങ്ങളും ഉമർ അല്ലാഹുവിന് മാറി ഈമാൻ മനസ്സിൽ നിറഞ്ഞു എന്നാണ്. അത്രമാത്രം പീഡനങ്ങൾ സഹിച്ചവരാണ് സ്വഹാബത്തുൽ കിറാമിൽ ഓരോരുത്തരും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഞാൻ പരീക്ഷിക്കും എന്ന്. ഇപ്പൊ പലർക്കും പലതരത്തിലുള്ള ആശങ്കയാണ് മനസ്സിൽ, അല്ലെ? SIR-ന്റെ ആശങ്ക, മറ്റ് പലതരത്തിലും മുഅ്മിനീങ്ങളുടെ മനസ്സിലൊക്കെ ഒരു വല്ലാത്തൊരു ആശങ്ക അല്ലെങ്കിൽ ഒരു ചൊറിച്ചിൽ, ഒരു സങ്കടം കിടക്കണം. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ? ഈ രാജ്യത്തിന് വേണ്ടി പൊരുതി മരിച്ചവരല്ലേ ഞങ്ങളുടെ മുൻഗാമികൾ? ഇന്ത്യ ഗേറ്റിൽ എഴുതി വെച്ച ലക്ഷക്കണക്കിന് പേരുകൾ ഞങ്ങളുടെ മുൻഗാമികളുടേതല്ലേ? ഇന്ത്യൻ ചരിത്രത്തിന്റെ ഗതകാല ചരിത്രം ഞങ്ങളുടെ മൗലവിമാരുടെയും നേതാക്കന്മാരുടെയും അല്ലേ? എന്നിട്ട് വേണ്ടേ ഞങ്ങളോട് ഇങ്ങനെ? അല്ലാഹു പറയുന്നു, അല്ലാഹു പറയുന്നു, അവർ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, മഹാനായ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നൊരു തെറ്റല്ലാതെ അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ മുൻഗാമികളെ അഗ്നികുണ്ഡമുണ്ടാക്കി അതിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു മുൻകാല രാജാവിന്റെ ചരിത്രം സൂറത്തുൽ ബുറൂജിന്റെ വിവരണത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ട് അല്ലാഹു പറയുകയാണ്. അപ്പോൾ പരീക്ഷണമുണ്ടാകും. സ്വർഗമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നാം മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, അള്ളാഹു നിങ്ങളെ തീർച്ചയായും പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഭയം കൊണ്ട് പരീക്ഷിക്കും. പലതരത്തിലുള്ള ഭയം കൊണ്ടുവരും. കൊറോണ വന്നപ്പോ ജോലി പോകുന്ന ഭയമായിരുന്നു, ഉപജീവന മാർഗം നഷ്ടപ്പെടുന്ന ഭയമായിരുന്നു, പട്ടിണിയായിരുന്നു, അല്ലെ? പട്ടിണിയുടെ ഭയം, പട്ടിണി കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. ഇപ്പോൾ മറ്റ് പലതരത്തിലുള്ള ഭയങ്ങൾ, സമ്പത്ത് നഷ്ടപ്പെടുത്തിയിട്ടും നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടും അല്ലെങ്കിൽ രോഗം തന്നിട്ടും അല്ലാഹു പരീക്ഷിക്കും. നിങ്ങളുണ്ടാക്കുന്ന കാർഷിക വിഭവങ്ങൾ, കൃഷിയും നിങ്ങളുടെ വ്യവസായ ഉൽപ്പന്നങ്ങളുമെല്ലാം ലോസാക്കിയിട്ട് നഷ്ടം വരുത്തിയിട്ട് അല്ലാഹു പരീക്ഷിക്കും. പരലോകമാണ് ശാശ്വതമെന്ന് വിശ്വസിച്ചുകൊണ്ട് ക്ഷമിക്കുന്നവരാരോ അവർക്ക് സന്തോഷമുണ്ടെന്ന് പറയും നബിയെ. അപ്പോൾ ഇനിയിപ്പോ SIR കഴിഞ്ഞു, എല്ലാവർക്കും വോട്ട് ലിസ്റ്റ് പേര് വന്നു പറഞ്ഞാൽ അതോടെ പരീക്ഷ നിന്നുള്ള അർത്ഥം ആണോ? ഇനിയിപ്പോ SIR നമ്മളിങ്ങനെ പേര് കാത്തിരിക്കല്ലേ നമ്മുടെ വോട്ടുണ്ടോ എന്ന്. അതൊക്കെ ഇങ്ങോട്ട് വന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതോടെ കഴിഞ്ഞോ? അടുത്ത പരീക്ഷണം വേറെ വരും, അടുത്ത പരീക്ഷണം വേറെ വരും. കാരണം ഇത് വരുമ്പോഴേക്കും ഒന്ന് അള്ളാനെ ഓർക്കണ്ടല്ലോ നമ്മള്, അല്ലേ? NRC വന്നപ്പോ കുടുംബത്തിൽ നിന്ന് നാട് വിട്ടു പോയവരും വാപ്പായമ്മാനെ നോക്കാത്തവരും കുടുംബത്തിൽ നിന്ന് അകത്തവരൊക്കെ വാപ്പാനെയും വാപ്പാനെയും ഒക്കെ തേടി പിടിക്കുന്ന തിരക്കിലായിരുന്നു. അതിനെന്നെ റബ്ബ് ഇങ്ങനെ കൊണ്ടുതരുന്നത്. നിങ്ങളൊന്ന് കുലിക്കാൻ, നിങ്ങളുടെ ഈമാനിനെ പുറത്തു കൊണ്ടുവരാൻ, നിങ്ങൾ നന്നാവാൻ പടച്ചോൻ ഇടക്കിടക്ക് ടെസ്റ്റ് ഡോസുകൾ തന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്താവും? എന്താ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്? ദുനിയാവിൽ ആരെങ്കിലും ഇങ്ങനെ കല്യാണം കഴിക്കാറുണ്ടോ? മുസ്ലിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ എന്താ ചെയ്ത് കല്യാണത്തിന്റെ പേരിൽ എന്താ ചെയ്യുന്നത്? മുസ്ലിം സമൂഹത്തിനെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും കാരണവന്മാരെയും ഒക്കെ തലകുനിക്കുന്ന അപമാനിപ്പിക്കുന്ന രീതികളല്ലേ കാണുന്നത്? ഈ സമൂഹത്തിന് എങ്ങനെ വിട്ടാൽ മതിയോ? പടച്ചോന്റെ പണി വരും, പടച്ചോന്റെ പരീക്ഷണം വരും. എന്താ പരിഹാരം? നന്നാവുക, അള്ളാഹുവിലേക്ക് തഖ്വയോടെ അടുക്കുക. ഏതൊരുവർ തഖ്വയോടുകൂടി നിലകൊള്ളുന്നുവോ അവർക്ക് എല്ലാത്തിൽ നിന്നും പുറത്തേക്കുള്ള ഒരു രക്ഷയുടെ മാർഗം അല്ല തുറന്നു കൊടുക്കും. എന്ത് വേണം? തഖ്വ വേണം എന്നാണ്. അതുകൊണ്ട് റബ്ബിന്റെ പരീക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ വസ്തുതങ്ങളെ പറഞ്ഞു,
അള്ളാഹുവിന് വിശ്വാസിയെയും പരീക്ഷിക്കാതിരിക്കില്ല. ഫീ നഫ്സിഹി, അവന്റെ ജീവൻ കൊണ്ട്, ശരീരം കൊണ്ട്, വവലദിഹി, അവന്റെ മക്കളെ കൊണ്ട്, വമാലിഹി, അവന്റെ സമ്പത്ത് കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഏതുവരെ? ഹത്താ യൽഖല്ലാഹു വമാ അലൈഹി ഖതീഅ, ഒരു തെറ്റും ചെയ്യാതെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ടവനായി റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ അള്ളാന്റെ പരീക്ഷണങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അള്ളാന്റെ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ മുന്നറിയിപ്പ് നൽകുകയാണ്. അതെ, അതുകൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നമാ വജദനാ ഖൈറ അശീന അസ്സബ്ർ, ക്ഷമ കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പല നേട്ടങ്ങളും ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. ക്ഷമ കൊണ്ടാണ് ജീവിതത്തിൽ ഈ പരീക്ഷകളെ ക്ഷമ വഹിക്കാൻ നമുക്ക് കഴിയണം. എന്താണ് ക്ഷമ? എങ്ങനെയാ ക്ഷമ? മനസ്സിനെ അടക്കി നിർത്താനുള്ള കഴിവ്, അതാണ് ക്ഷമയുടെ യഥാർത്ഥമായ നിർവചനം. പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോ മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള കഴിവിനാണ് ക്ഷമ എന്ന് പറയാം. പറയാനും എഴുതാനൊക്കെ എളുപ്പമുള്ള വാക്കുകളാ ക്ഷമ, സഹനം എന്നൊക്കെ പറയാൻ എഴുതാനൊക്കെ നല്ല എളുപ്പമാണ്, നല്ല ഭംഗിയാണ്. ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ, അപ്പോ അത് അനുഭവിക്കുമ്പോ അത് പ്രവർത്തിക്കാനാണ് പ്രയാസമുള്ളത്. അതുകൊണ്ട് തന്നെ റബ്ബിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അള്ളാഹുവേ, ക്ഷമിക്കുന്നവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കണം. ക്ഷമ ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു പറയുന്നുണ്ട്, അള്ളാഹുവിനെ ക്ഷമിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. നിങ്ങളെ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും ഇത് രണ്ടും ഉണ്ടാവാൻ റബ്ബിനോട് സഹായം തേടിക്കോ. അത് അള്ളാഹുവിനെ ഭയമില്ലാത്ത ആളുകൾക്ക് വലിയ ഭാരമുള്ള കാര്യമാണ്. പടച്ചവനെ പഠിക്കാത്ത ആളുകൾക്ക് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ, കൃത്യമായി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടും വലിയ ഭാരമുള്ള കാര്യമാണ്. ഹൃദയത്തിൽ പടച്ചവനെ കുറിച്ച് ഭയമില്ലാത്ത ആളുകൾക്ക് അവ ക്ഷമ ഉണ്ടാകാൻ റബ്ബിനോട് സഹായം ചോദിക്കണം. സ്വർഗം വെറുതെ ലഭിക്കില്ല, സ്വർഗം വെറുതെ ലഭിക്കൂല. കുറച്ച് ക്ഷമയും സഹനവുമില്ലാത്ത ജീവിതത്തിൽ എപ്പോഴും സുഖം അനുഭവിക്കണമെന്ന് വിചാരിച്ചാൽ സ്വർഗം ലഭിക്കില്ല. അല്ലാഹു പറയുന്നു, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ എന്താ വിചാരിച്ചത് വേറെ സ്വർഗത്തിലേക്ക് കടന്നെല്ലാമെന്നാണോ? അതെ, കുടുംബത്തെയും എല്ലാത്തിനെയും വിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ ശത്രുക്കൾക്കെതിരെ പോരാടാനായി ആയുധവുമായി നിൽക്കുന്ന സഹാബത്ത് മുന്നിൽ നിൽക്കുന്ന വലിയ സൈന്യത്തെ കണ്ടപ്പോൾ ഭയന്നുകൊണ്ട് ചോദിച്ചു, നബിയേ, അള്ളാന്റെ അള്ളാന്റെ സഹായം എപ്പോഴാണ് നബിയെ വരുക? നബിയെ, അതാ വലിയ സൈന്യമാണല്ലോ, അവരെയാണോ ഞങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത്? അപ്പൊ അള്ള ചോദിക്കുകയാ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങളെന്താ വിചാരിച്ചത് വേഗമെന്ന് സ്വർഗത്തിൽ പോകാമെന്നാണോ? നിങ്ങൾ ധാരാളം ത്യാഗികൾ എന്ന റബ്ബിന് തെളിയിച്ചു കൊടുക്കാതെ, ത്യാഗം ചെയ്യാൻ സമർപ്പിക്കാൻ സന്നദ്ധരായവർ ആരാണെന്ന് റബ്ബിനോട് തെളിയിച്ചു കൊടുക്കാതെ നിങ്ങൾക്ക് വേഗമെന്ന് സ്വർഗത്തിൽ പോകാമെന്നാണോ? നിങ്ങൾ ക്ഷമിക്കുന്നവരാണെന്ന് റബ്ബ് പരീക്ഷിച്ചറിയാതെ നിങ്ങൾക്ക് വേഗമെന്ന് സ്വർഗത്തിൽ പോകാൻ കഴിയുമോ? അപ്പോൾ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസമുണ്ടാകുമ്പോൾ ക്ഷമ അവലംബിക്കുന്ന ആളുകൾക്കാണ് സ്വർഗമുള്ളത്. ഇനിയും പ്രയാസപ്പെടും. ഏതുവരെ എന്നാൽ ഇസ്ലാമായി ജീവിക്കണമെങ്കിൽ തീക്കട്ട കയ്യിൽ പിടിച്ച അവസ്ഥയാകും. ഇപ്പൊ അതിങ്ങനെ കുറെ ആയിക്കൊണ്ടിരിക്കുക അല്ലെ? മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എന്ന് പറയുമ്പോ ഈമാനില്ലാത്ത അറിവില്ലാത്ത ചില ആൾക്കാർ ഞങ്ങൾ മുസ്ലിം ആകണ്ടായിരുന്നു, മുസ്ലിം അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കിട്ടിയനെ, മുസ്ലിം ആയതുകൊണ്ടാ കിട്ടാത്തത്. ഇനിയിപ്പോ മുസ്ലിം ആ സമയം ചില ആൾക്കാര് പറ്റിയ നമുക്കവിടെ മാറുക തന്നെ. അസ്തഗ്ഫിറുല്ലാഹ്,
അപ്പൊ തന്നെ ഇനി മാറണ്ട, ആയി പോയി. ഇത് കിട്ടിയില്ലെങ്കിൽ ബന്ധം മാറി തന്നെ. എപ്പോ ആ ചിന്ത മനസ്സിൽ വന്നോ പോയി തൗബ ചെയ്ത് ഷഹാദത്തിൽ ചെയ്താലേ മുസ്ലിം ആവുള്ളൂ. അങ്ങനെ അവസ്ഥയിലേക്ക് പരീക്ഷണങ്ങൾ വരും. മുസ്ലിമായി ജീവിക്കുക എന്നുള്ളത് തീക്കട്ട കൈ പിടിച്ച അവസ്ഥയിലേക്ക് എത്തുമെന്ന. അതുകൊണ്ട് തന്നെ ക്ഷമയേക്കാൾ ഉത്തമമായ മറ്റൊരു ഗുണവുമില്ല എന്ന് റസൂൽ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു മനുഷ്യന് ക്ഷമയേക്കാൾ ഏറ്റവും ഉത്തമമായതോ വിശാലമായതോ ഒരു ഗുണം നൽകപ്പെടാനില്ല. ക്ഷമയാണ് ഒരു മനുഷ്യൻ നൽകാനുള്ള അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ക്ഷമിക്കുന്ന ആളുകളാണ് സൗഭാഗ്യവാന്മാർ റസൂൽ പഠിപ്പിക്കുന്നു. ഇന്ന സഈദന ജുന്നിബൽ ഫിത്ന വലമനിബതുലിയ ഫസബറ ഖമാഹ. തീർച്ചയായും ഒരു പരീക്ഷണം ഉണ്ടാകുകയും എന്നിട്ട് അവനെ ക്ഷമിക്കാൻ കഴിയുകയും ചെയ്യുന്നവനാരോ അവനാണ് ഭാഗ്യവാനെന്ന് അല്ലാഹുവിന്റെ റസൂൽ 3 പ്രാവശ്യം പറയുകയാ. പരീക്ഷണം ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാൻ കഴിയുക എന്നുള്ളതാണ് വലിയ സൗഭാഗ്യം. എന്നാണ് ജീവിതത്തിൽ തന്നെ പല പരീക്ഷണങ്ങൾ വരും. ക്യാൻസർ വരും, കിഡ്നി ഫെയിലിയർ വരും, ബ്രെയിൻ ട്യൂമർ വരും, ആക്സിഡന്റ് ആയി കാലുകൾ പോകും, കൈകൾ പോകും, ഒരു ഭാഗം സ്ട്രോക്ക് വരും, പലതരത്തിലുള്ള രീതിയിലും പരീക്ഷണങ്ങൾ വരും. അപ്പോഴൊക്കെ എന്റെ റബ്ബ് എനിക്ക് നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നു എന്ന ഒരു ഈമാൻ ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാനും ജീവിക്കാനും കഴിയും. അല്ലെങ്കിലോ അവർ അതോടെ നശിച്ചങ്ങ് തീർന്നു പോകും. അതുകൊണ്ട് ഗുണമുണ്ടാവുകയും ഇല്ല. അതാണ് ഈമാന്റെ ഇത് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ക്ഷമയുള്ള ജീവിതത്തിൽ ഈമാനികമായ അതുപോലെ സാമൂഹികമായ സാമ്പത്തിക കുടുംബപരമായ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു ക്ഷമിക്കാൻ, സ്വർഗത്തെ ആഗ്രഹിക്കാൻ ഉള്ള ഈമാനികമെന്ന അറിവ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി യുഹിബ്ബു റബ്ബുനാ വയർളാ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ, വിശ്വാസികളെ, യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് പരിപൂർണ മുസ്ലിമായി കൊണ്ട് മാത്രം ഈ ലോകത്തിൽ നിന്ന് വിട കൊള്ളണേ എന്ന് സ്വന്തത്തോടുള്ളതുപോലെ വീണ്ടും വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ തുണയ്ക്കുമാറാകട്ടെ. ഇനി നോക്കൂ, ക്ഷമ നഷ്ടപ്പെടാൻ ഉണ്ടാകുന്ന ചില കാര്യങ്ങളോട് പറയാം നമുക്ക്. ഒന്നാമതായി ധൃതി കാണിക്കുക. ധൃതി കാണിക്കൽ ക്ഷമ നഷ്ടപ്പെടുത്തുമെന്നാണ് അള്ളാഹു പറയുന്നു. ഖുലിഖൽ ഇൻസാന മിൻ അജ്ൽ. ധൃതി കാണിക്കുന്ന രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. സഉരീകും, നിങ്ങൾക്ക് നാം വഴി ധൃതിപ്പെടണ്ട, നിങ്ങൾക്ക് ഞാൻ വഴി കാണിച്ചു തരും. ആയാത്തി, എന്റെ ദൃഷ്ടാന്തങ്ങൾ. ഫലാ തസ്തഅജിലൂൻ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ധൃതി കൂട്ടണ്ട. ഏതൊരു കാര്യവും നിങ്ങളുടെ ബുദ്ധി വെച്ച് നിങ്ങൾ അളക്കണ്ട. റബ്ബുൽ ആലമീനാണ് അല്ലാഹു. ഈ ഭൂമിയേക്കാൾ ലക്ഷക്കണക്കിന് ഇരട്ടി വലുപ്പമുള്ള സൂര്യൻ, ആ സൂര്യനേക്കാൾ പല ലക്ഷം ഇരട്ടി വലുപ്പമുള്ള ചെറിയ കാണുന്ന നക്ഷത്രങ്ങൾ, അതിനൊക്കെയും ചുറ്റും ഗോളങ്ങളും ഗ്രഹങ്ങളും. ഒന്ന് ആലോചിച്ചു നോക്കി ഈ ലോകത്തെ കുറിച്ച്. ഈ ലോകത്ത് ഭൂമി എന്ന് പറയുന്നത് ഒരു സൂചി കൊണ്ട് കുത്താവുന്ന അത്ര വലുപ്പം പോലും ഈ ലോകത്ത് ഭൂമിക്കില്ല. ആ ഭൂമിയിൽ നമുക്കെത്ര വലുപ്പമുണ്ട്? ആ നമ്മുടെ ബുദ്ധി കൊണ്ട് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ അളക്കണമെന്ന് വിചാരിച്ചാൽ അതിനേക്കാൾ വലിയ വിദ്യ ആരാ ഉള്ളത്? റബ്ബിനെ കുറിച്ച് അങ്ങനെ നമ്മൾ വിശ്വസിക്കണം, മനസ്സിലാക്കണം, പഠിക്കണം. അപ്പൊ റബ്ബിന്റെ കഴിവുകളും പ്രവർത്തനങ്ങളും നമ്മൾ ധൃതി കൂട്ടരുത്. അത് നമുക്ക് ഹയറാകുമ്പോൾ അതുകൊണ്ട് ആയാത്തി, എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ കാണിച്ചു തരും. ഫലാ തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതി കൂട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ധൃതി കൂട്ടരുത് എന്ന് അല്ലാഹു പറയുകയാണ്. അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ ചില വ്യക്തികളോട് ചില സമയങ്ങളിൽ ഒരല്പം ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ, സാവകാശം കാണിച്ചിരുന്നെങ്കിൽ പിന്നീട് ഖേദമായി തീർന്ന പലതും സംഭവിക്കില്ലായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ചിലപ്പോ അന്നത് പറയേണ്ടിയിരുന്നില്ല, അന്നത് ചെയ്യേണ്ടിയിരുന്നില്ല, അല്ലെ? ക്ഷമ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് വരുത്തും. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോഴൊക്കെ 1 സെക്കൻഡിന്റെ ഓവർടേക്ക് അത് ചെയ്യാതിരുന്നെങ്കിൽ
എത്ര കുടുംബങ്ങൾ അറിയോ അങ്ങനെ ഓവർടേക്ക് ചെയ്തതിന്റെ പേരിൽ നിന്ന് അനാഥമായിട്ട് കണ്ണീരായി കഴിയുന്നത്? ഒരു ധൃതി അല്ലെ, വേഗം എനിക്ക് വേണ്ട ഫസ്റ്റ് എത്തണം, എനിക്ക് വേഗം കൊണ്ട് പോകണം. ആ ധൃതി എത്ര അപകടങ്ങളാണ് വരുത്തി വെക്കുന്നത്. സാമ്പത്തിക കാര്യത്തിൽ അതേപോലെ തന്നെ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അടുത്തതിലേക്കുള്ള ചാട്ടം അല്ലെ, ആ ചാട്ടം എത്ര ആളുകളെ താഴ്ത്തിച്ചിരിക്കുന്നത്. ഏത് രംഗത്തും നിങ്ങൾക്ക് ഒരു അവധാനത ഉണ്ടാകണം, ധൃതി പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സമൂഹത്തിന്റെ വിഷയത്തിലും നമ്മളെ തല്ലിയാൽ നമ്മളെ തല്ലും, നമ്മളെ വെട്ടിയാൽ നമ്മളെ വെട്ടും. ഇത് ഇസ്ലാമല്ല, ഈ ധൃതി പാടില്ല. അവധാനതയോടുകൂടി ക്ഷമയോടുകൂടിയാണ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. രണ്ടാമതായി ദേഷ്യപ്പെടുക, ദേഷ്യം അടക്കി നിർത്താൻ കഴിയുക, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സീമയും നഷ്ടപ്പെടും. അനാവശ്യ ദേഷ്യം നിയന്ത്രിച്ചില്ലെങ്കിൽ ഇന്ന് പല കുടുംബങ്ങൾക്കിടയിലും ഡിവോഴ്സുകളും ചിത്രതകളും പിണക്കങ്ങളും ഇല്ലാതാക്കാമായിരുന്നു അനാവശ്യമായ ചില വാക്കുകളും പ്രവൃത്തികളും ഒഴിവാക്കിയിരുന്നെങ്കിൽ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ സമയത്ത് കിട്ടാത്തതിന് വീടുകളിൽ എത്ര ഭാര്യമാരാ പ്രയാസപ്പെടുന്നു, ഭർത്താക്കന്മാരെ കൊണ്ട് ചോദിക്കുമ്പോഴത്തേനും കിട്ടണം, വിചാരിച്ച പോലെ ആവണം അല്ലെ. ക്ഷമിക്കാൻ തയ്യാറില്ലാതെ എത്ര സ്ത്രീകളെ പീഡിപ്പിക്കപ്പെടുന്നത്, തങ്ങൾ ആഗ്രഹിക്കുന്നതും കൊണ്ടുതരാത്ത കൊണ്ട് എത്ര ഭർത്താക്കന്മാരെ അവഗണിക്കപ്പെടുന്നത്. അങ്ങനെ കുടുംബജീവിതത്തിലും ദേഷ്യം നിയന്ത്രിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകണം. അതുപോലെ തന്നെ ചില ആളുകളുടെ വിചാരം, ഞാൻ പ്രതികരിച്ചിട്ടില്ലെങ്കിലേ ഞാൻ കുറഞ്ഞവനായി പോകും, അതുപോലെ എനിക്ക് ഒരു വിലയില്ലാതാവും എന്ന തോന്നല. അങ്ങനല്ല, ക്ഷമിക്കുന്നവനാ വില അള്ളാഹുവിന്റെ അടുക്കലും ജനങ്ങളുടെ അടുക്കലും, പ്രതികരിക്കുന്നവനല്ല അല്ലെ. അതുകൊണ്ട് തന്നെ നബിയോട് അല്ലാഹു പറയും, നബിയേ നിന്റെ റബ്ബിന്റെ വിധിയിൽ നീ ക്ഷമിക്കുക. മത്സ്യത്തിന്റെ ആളെ പോലെ, യൂനുസ് നബിയെ പോലെ ആകല്ല നബിയെ. യൂനുസ് നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു? അല്ലാഹു പറഞ്ഞ ആ നിബന്ധനയ്ക്ക് മുമ്പ് തന്നെ ഈ ജനങ്ങളോടുള്ള ദേഷ്യം കൊണ്ട്, അല്ലെങ്കിൽ അവർ നന്നാവാത്ത നിരാശ കൊണ്ട്, അവൾക്കെതിരെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ നാട്ടിൽ നിന്ന് ഓടിപ്പോയി യൂനുസ് നബി അലൈഹിസ്സലാം. അതുകൊണ്ടെന്തായി? അല്ലാഹു പറഞ്ഞു, അദ്ദേഹത്തിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹം കാരുണ്യമില്ലായിരുന്നെങ്കിൽ ആക്ഷേപിക്കപ്പെട്ടവരായി ആ മരുഭൂമിയിൽ അദ്ദേഹത്തെ ഞാൻ വലിച്ചെറിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹത്തെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. യൂനുസ് നബി അലൈഹിസ്സലാമിന് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് പറ്റല്ല നബിയെ എന്ന് അള്ളാഹ് നബിനെ ഉപദേശിക്കുക. യൂനുസ് അലൈഹിസ്സലാമിനെ പറ്റിയ തെറ്റെന്താ? വലിയ തെറ്റൊന്നല്ല. അള്ളാഹ് പറഞ്ഞു പോണ്ട, ഇന്ന സമയത്തെ പോകാൻ പാടുള്ളൂ, 3 ദിവസം കാത്തു നിൽക്കണം പറഞ്ഞു. യൂനുസ് നബി 2-ാമത്തെ ദിവസം സ്ഥലം വിട്ടു, ഈ ജനങ്ങളൊന്നും നന്നാവൂല എന്ന് പറഞ്ഞ്. അള്ളാഹ് പറഞ്ഞേക്കാൾ ഒരു ദിവസം മുമ്പ് ക്ഷമ കാണിച്ചില്ല, ധൃതി കാണിച്ചു. അതുകൊണ്ടെന്തായി? ഭാര്യയെയും മക്കളെയും നഷ്ടപ്പെട്ടു, മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടു. ഒരുപാട് പരീക്ഷകൾ നമ്മൾ ചരിത്രത്തിലൂടെ മനസ്സിലാക്കിയില്ല. അപ്പോ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എപ്പോഴും ധൃതി ഉണ്ടാവാൻ പല ക്ഷമയുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ക്ഷമയുള്ള യഥാർത്ഥ വിശ്വാസികൾ മുഅ്മിനീങ്ങൾ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ധാരാളം സഹോദരങ്ങൾ പ്രായമായവരും ചെറുപ്പക്കാരും കുട്ടികളുമായി കൊണ്ട് പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം ശരിയായ ചികിത്സയും പരിപൂർണ ശിഫയും നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ولا تشفي حلقنا بالنار، ولا تجعلنا من حطب النار، وإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وآله والحمد لله.